ശാലിനി, അനു പറഞ്ഞതനുസരിച്ച് വിശദമായൊരു അന്വേഷണം നടത്തി. പക്ഷേ മാണിക്കോത്ത് കുടുംബം വക ഒരു അറ്റാക്കല്ല ഇത്. വേറെ ഏതോ ഒരു ഗ്രൂപ്പ് ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ട്. മാണിക്കോത്ത് ശിവൻ എന്ന് പറയുന്നവനാ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അയാൾക്ക് ഇതിന്റെ പിന്നിൽ കൈയുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ശാലിനിയെ തടയുക, അത് മാത്രമായിരുന്നു ലക്ഷ്യം. ജീവൻ എടുത്തിട്ടായാലും വേണ്ടില്ല ശാലിനിയുടെ ജോലി തടസ്സപ്പെടുത്തുക. എനിക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോവാതിരിക്കാനാവില്ല. ഇപ്പൊ സംഭവിച്ചൊന്നും എന്റെ ജോലിയെ ബാധിക്കുകയില്ല. ഇനി അതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ തോറ്റുകൊടുക്കാൻ ശാലിനിക്ക് മനസ്സുമില്ല. സൂക്ഷിക്കണം. ആക്രമിച്ചവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയുന്നത് വരെ നമ്മൾ ഭയക്ക് തന്നെ വേണം. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾക്ക് ചാൻസ് ഉണ്ട്. എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കി മാറ്റി നിർത്തേണ്ടത് മാണിക്കോത്തുകാരുടെ ആവശ്യമാണ്. അവരല്ല ഇതിന് പിന്നിലെങ്കിൽ പിന്നെ ആരാ? അത് തന്നെയാ ഞാനും ചിന്തിക്കുന്നത്. ഒരു മൂന്നാമൻ, മറഞ്ഞിരിക്കുന്ന ഈ മൂന്നാമനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരണം. എന്നാലേ അവന്റെ ലക്ഷ്യം എന്താണെന്നറിയൂ. അന്വേഷണം മാണിക്കോത്തുകാർക്ക് പിന്നാലെ പായുമ്പോ മറഞ്ഞിരിക്കുന്ന ബുദ്ധിമാനായ ശത്രു പുറത്തു ചാടും. നമുക്കതുവരെ കാത്തിരിക്കാം. ബുദ്ധിമാനായ ആ ശത്രു ആരായിരിക്കും അത്?